പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ജീവിതം ആനന്ദകരവും സന്തോഷകരവുമാകേണ്ടതാണ്. ഓക്കെ, നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്രിസ്തീയ ജീവിതം. പക്ഷേ അന്നും പറഞ്ഞ് അതിനൊരു അതിരുകളില്ലാത്ത ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞ് ഫ്രീഡം കംസ് വിത്ത് കുറേ ലിമിറ്റേഷൻ, കുറേ റൂൾസും റെഗുലേഷൻസും ഉണ്ട്. അപ്പോൾ റൂൾസും റെഗുലേഷൻസും ഉണ്ട്. ഇന്ന ചെയ്തു ഇന്ന ചെയ്തില്ല അങ്ങനെയുള്ളതല്ല. ദൈവത്തോടു കൂടി എൻജോയ്, ക്രിസ്തുവിനെ ധരിച്ചവരായി നമ്മളത് എൻജോയ് ചെയ്യുക. മനസ്സിലായി? നമ്മൾ പലരോടും ചോദിച്ചാൽ പല രീതിയിലുള്ള മറുപടികളും ആൻസേഴ്സും ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ എങ്കിലും ക്രിസ്തീയ ജീവിതം ശരിക്കും ക്രിസ്തുവിനോട് കൂടി എൻജോയ് ചെയ്ത് നമ്മൾ ക്രിസ്തുവിലേക്ക് ഒരുമിച്ച് ചേരുക. എനിക്ക് അലിഞ്ഞു ചേരുക എന്നുള്ള കഴിഞ്ഞ ഹാനോക്ക് ദൈവത്തോട് കടന്നു അലിഞ്ഞു ചേർന്നു. അതെന്തോ ആണെന്ന് പറയാൻ എനിക്ക് വാക്കുകളില്ല. മനസ്സിലായി? അതേപോലെ നമ്മളും ഒരു ക്രിസ്ത്യ ജീവിതം, നമ്മൾ ക്രിസ്തുവിനോടുകൂടി ആ ഒരുമിച്ചുള്ള വാസം എത്ര സന്തോഷകരമാണ് അല്ലേ? ഓക്കെ, നമുക്കിന്ന് അപ്പം എല്ലാവരും എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹം. മനസ്സിലായി? നമ്മളെന്നാൽ പലപ്പോഴും ജഡ്ജ്മെൻ്റൽ കാര്യങ്ങളും നമ്മളെപ്പോലെ മറ്റുള്ളവരാകണമെന്ന് ഉള്ള രീതികളും ഒക്കെ അങ്ങനെയൊക്കെ ഒത്തിരിയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് പലപ്പോഴും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതായി പോകും. പക്ഷെ അന്ന് എൻജോയ് ചെയ്യുക. മനസ്സിലായി? എല്ലാ സമയത്തും എൻജോയ് ചെയ്യുക. ഓക്കെ, ക്രിസ്തീയ ജീവിതം ദൈവത്തോടുകൂടെ ഉള്ള വാസം അടിപൊളിയായിരിക്കും. മനസ്സിലായി? അപ്പം ചിലപ്പോഴൊക്കെ ഒരു നമ്മുടെ പാട്ട് വെൻ വി ഓൾ ഗെറ്റ് ടു ഹെവൻ വാട്ട് എ ഡേ ഓഫ് റിജോയ്സിങ് ദാറ്റ് വിൽ ബി. അപ്പം ഞാനപ്പോൾ ഓർക്കാറുണ്ട്, നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ കൂടെ അപ്പുറം ഇപ്പുറമൊക്കെ ഇരിക്കുന്ന ആരായിരിക്കും നമുക്ക് വല്ല പിടിയുണ്ടോ? പക്ഷെ നമ്മളുടെ അവിടുത്തെ ആ ജോയ്, ആ സന്തോഷം എത്ര അതായിരിക്കും. മനസ്സിലായി? വി മേഡ് ഇറ്റ് ത്രൂ, നമ്മളവിടെ എത്തി. എന്നൊക്കെ എന്തോ ഒരു സന്തോഷമായിരിക്കും അല്ലേ എല്ലാവരും കൂടെ ഉള്ളത്. അപ്പോൾ ആ ഒരു സന്തോഷം നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് ദൈവവുമായിട്ടുള്ള വാസം നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കണം. അത് മറ്റുള്ളവരുമായിട്ട് സ്വയമായിട്ട് എൻജോയ് ചെയ്യണം, ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യണം, മറ്റുള്ളവരുമായിട്ട് എൻജോയ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ ആ ക്രിസ്തീയ ജീവിതത്തെപ്പറ്റി ഒരു അതിരുകളില്ലാത്ത നമുക്ക് എത്രമാത്രം ഗ്രേസ് കിട്ടിയോ, നമ്മൾ ദൈവത്തോട് കൃപ നമുക്ക് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് മതി, ഇത്ര മതി നമുക്ക് ലിമിറ്റ് അൺലിമിറ്റഡായിട്ട് കിട്ടരുത്. അപ്പം നമുക്ക് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നതും അൺലിമിറ്റഡായിരിക്കണം. ആ സന്തോഷം, നമ്മളുള്ള സന്തോഷം നമുക്ക് എത്ര കിട്ടുമോ അത്രമാത്രം സന്തോഷമുള്ളതായിരിക്കണം. ഓക്കെ, ഇന്ന് നമുക്ക് 6-ാം അധ്യായത്തെ പറ്റി ചിന്തിക്കാം. ഞാൻ ഹീബ്രുവിൽ വായിക്കുന്നില്ല, സമയം ഒത്തിരി പോവും എന്നുള്ളതുകൊണ്ട്. എന്നാൽ ഇതിൻ്റെ അകത്ത് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നതിൻ്റെ അകത്ത് നമ്മൾ ഇംഗ്ലീഷിലൊന്ന് വായിക്കും. വെൻ ഹ്യൂമൻ കൈൻഡ് ബിഗാൻ ടു ഇൻക്രീസ് ഓൺ എർത്ത് ആൻഡ് ഡോട്ടേഴ്സ് വർ ബോൺ ടു ദം. ഞാൻ ഹീബ്രുവിൻ്റെ ട്രാൻസ്ലേഷനായ ഇംഗ്ലീഷിൽ വായിക്കും. ഓക്കെ, ആൻഡ് മെയിൽസ് അമംഗ് ദ ഡിവൈൻ ബീയിങ്സ് എന്നാണ് അവിടെ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്, ഹൈഫൺ ഇട്ടേക്കുന്നത്. സോ ഹൗ പ്ലീസിങ് ദ ഹ്യൂമൻ വുമൻസ് were and took wives for among them who delighted them. And Adonai said, my breath shall not abide. Again, breath എന്നുള്ളത് നമ്മൾ പണ്ട് വായിച്ചാൽ നെഫേഷ് ഹായ. ഓക്കെ, ആൻഡ് in humankind forever, since it is to flesh, all the days allowed them to be 120 years. And it was so then. Later too, the Nephilims appeared on the earth, the Nephilims. And when the divine being cohabited with the human women who bore them offsprings, such were the heroes of old, and men of renown. Men of renown ഓർത്തോണം ആരായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ഒരു മെൻ ഓഫ് റെനോൺ ആയിട്ടുള്ള ഒരാളെ പറ്റി നമ്മൾ വായിച്ചായിരുന്നു. മനസ്സിലായോ? ഓക്കെ, ആൻഡ് അഡോണൈ സോ ഹൗ ഗ്രേറ്റ് വാസ് ഹ്യൂമൻ വിക്കറ്റ്നസ് ഓൺ ദി എർത്ത്, how every plan devised by the human mind, and the human mind was nothing but evil all the time. And Adonai regret having made humankind on earth
with a sorrowful heart. And Adonai said, I will blot out from the earth humankind, whom I created, humans together with a beast, creeping things, birds of the sky, for I regret that I made them. But Noah found favor with Adonai. ഓക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു നോഹയ്ക്ക് ആരാ പേര് കൊടുത്തെന്ന് പഠിച്ചു. സ്വന്തം പിതാവ് മെനഹേം എന്ന് പേരിട്ടു. എന്നാൽ വല്യപ്പച്ചൻ ഇട്ട മെതൂസ്ല, അന്നത്തെ രാജാവായിരുന്ന മെതൂസ്ല പേരിട്ടത് ഇത്. അപ്പം ഹ്യൂമൻ വിക്കറ്റ്നെസ് കൂടിയപ്പം അവരെ ദൈവം എന്തെടുത്തു, ഭൂമിയെ ശപിക്കാൻ തുടങ്ങി. എന്ന് കഴിഞ്ഞാൽ ഫാമിൻ വരാൻ തുടങ്ങി. നമുക്കും അത് പിൽക്കാലത്ത് നമുക്കറിയാം, എന്തോ അങ്ങനത്തെ ഫാമിൻ വന്ന കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, അപ്പം ഫാമിൻ വന്നപ്പം നോഹ ദൈവത്തോട് അടുത്ത് നടന്നുകൊണ്ട് ദൈവം നോഹ വിതച്ചപ്പം അത് 160 മേനിയായി വന്നു. അന്നേരം അവർ പറഞ്ഞു, ഓക്കെ, പിതാവ് പറഞ്ഞു, അല്ലെങ്കിൽ വല്യപ്പച്ചൻ പറഞ്ഞു, ഇവ ഞങ്ങൾക്ക് ഒരു ആശ്വാസദായകനായിരിക്കും. ഓക്കെ, അപ്പോൾ അന്നുള്ള പേരിട്ടു. അപ്പം ദൈവത്തോടുകൂടെ നടന്നതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ നോഹയ്ക്ക് കിട്ടാനിടയാക്കി. ഓക്കെ, നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. ആദ്യം തൊട്ട് നമ്മളറിയാം ഇതിൻ്റെ അകത്തെ മെയിൻ കാര്യം, ഹ്യൂമൻസ് ബിഗാൻ, മനുഷ്യൻ വർദ്ധിക്കാൻ തുടങ്ങി. അപ്പം ദൈവത്തിൻ്റെ മക്കളും മനുഷ്യൻ്റെ മക്കളും തമ്മിലുള്ള വേർതിരിവോടെ വരുന്നു. അപ്പം നമ്മളത് ഈ ഒരു പർട്ടിക്കുലർ പാസേജ് എടുത്തിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാണ്ടല്ലോ തെറ്റ് വരും. നമ്മൾ തുറന്ന് ഇങ്ങോട്ട് വായിക്കണം. ഇപ്പം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വായിക്കുമ്പോൾ ആദാമിന് ഹ്യൂമൻ എന്നാണ് പറയുന്നത്. ഹ്യൂമൻ കൈൻഡ്, ഹ്യൂമൻ നാം, ആദാം എന്നുള്ള പേരിന് ഹ്യൂമൻ, മനുഷ്യപുത്രൻ ആദാമിൻ്റെ, മനസ്സിലായി, മനുഷ്യൻ എന്നുള്ളത്. അപ്പം മനുഷ്യൻ്റെ മക്കൾ വരുന്നു, ദൈവത്തിൻ്റെ മക്കളും വരും. ഇപ്പോൾ ഇവിടെ 2 ഇതാണ് വരുന്നത്. ആദ്യം മനുഷ്യൻ്റെ മക്കൾ പെരുകാൻ തുടങ്ങി, മനസ്സിലായി, അവർക്ക് ആൺമക്കളും പെൺമക്കളും വരാൻ തുടങ്ങി. ദൈവത്തിൻ്റെ മക്കൾ മനുഷ്യൻ്റെ മക്കളെ കണ്ടപ്പം നല്ലതെന്ന് തോന്നി, അതെടുത്തു. ഓക്കെ, ഇപ്പം വാക്കുകൾ വരുമ്പോൾ ബെനെ എലോഹീം എന്നാണ് വരുന്നത്. ദൈവത്തിൻ്റെ മകൻ എന്നാണ് പറയുന്നത്. ബെനെ എന്തുവാ, റൂഹ എലോഹീം എന്ന് പറഞ്ഞപ്പം ദൈവത്തിൻ്റെ ആത്മാവ്. റൂഹ നെഫേഷ് എന്ന് റൂഹ നെഫേഷ് അല്ല, നെഫേഷ് എലോഹിം അഡോണായി എന്ന് പറയുമ്പം, എലോഹിം പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെ ദൈവത്തിൻ്റെ എന്തോ ബ്രത്ത് മനുഷ്യനിൽ വന്നു എന്ന് പറയും, മനസ്സിലായി. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ മകൾ, പക്ഷെ ദൂതന്മാരെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ബൈബിൾ വേർഡ്സിന് പ്രാധാന്യമുണ്ട്. വേർഡ്സ് കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് വരണം, അത് ഹോൾ ഇതിൻ്റെ അകത്ത് ഫിറ്റാണ്, മനസ്സിലായി. കോൺട്രഡിക്ഷൻ വരാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും എടുത്ത് പഠിപ്പിക്കാൻ തുടങ്ങിയ കോൺട്രഡിക്ഷൻ വരും. അപ്പം ദൂതന്മാർ നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മൾ യേശുപ്പൻ പറയുന്നുണ്ട്, സാധുക്യർ ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ കല്യാണം കഴിച്ച ഒരു സ്ത്രീ 7 പേരെ കല്യാണം കഴിച്ച കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട്. നിങ്ങൾ ദൂതന്മാരെ പോലെ കല്യാണം കഴിക്കത്തില്ല, ഒന്നുമില്ല, മനസ്സിലായി. എന്താണ് എന്നാൽ പഴയ നിമിത്തി പിറ്റേ സ്ഥലത്ത് ദൂതന്മാർ വന്ന് അപ്പിയർ ചെയ്ത് അബ്രാമിൻ്റെ കൂടെ ഫുഡ് കഴിക്കുന്നുണ്ട്, അങ്ങനെ പലതുണ്ട്. പക്ഷേ അതിൽ എല്ലാം ജനറലൈസ് ചെയ്യല്ലേ. അത് ഈ അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട ദൂതൻ ആരായിരുന്നു, മനസ്സിലായി, മറ്റേ ദൂതൻ ആരായിരുന്നു, എല്ലാത്തരം. ഇപ്പം ദൂതന്മാരിൽ ആണും പെണ്ണും ഉണ്ടോ ഇല്ലയോ നമുക്ക് ബൈബിൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, പക്ഷെ അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പെറ്റുപെരുകത്തില്ലേ, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെറ്റുപെരുകാത്ത എന്താ. ഓക്കെ, അത് കഴിഞ്ഞ് ഇവിടെ വന്നു. ഇപ്പം അങ്ങനെ ഒത്തിരി കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ഇപ്പം ദൈവത്തിൻ്റെ മക്കളാ ദൂതന്മാരാണ്, ദൂതന്മാർ മനുഷ്യരെ കണ്ടു വന്നു. അങ്ങനെ നെഫലീം വന്നെന്ന് പറയുന്നത്, ആ നെഫലീം ആണ് അനാക്യരായിട്ട് വന്നതെന്നുണ്ടെങ്കിൽ അനാക്യരെ
ജലപ്രളയത്തിന് ശേഷമുണ്ട്. മനസ്സിലായി? അങ്ങനെ വരുമ്പോൾ നമുക്ക് ജലപ്രളയം ലോകം മുഴുവനല്ല, ഒരു പർട്ടിക്കുലർ ഏറിയയിലെന്ന് പറയേണ്ടി വരും. മനസ്സിലായി? അനാക്യർ ഇവിടെ ഉണ്ടായിരുന്നു, മനസ്സിലായി? അതിന് ശേഷവും വന്നു എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ പറയുമ്പം അനാക്യർ പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടായിരുന്നെന്ന് പറയുന്നത് കഴിഞ്ഞാൽ ജലപ്രളയത്തിന് മുമ്പേ ഞാൻ ഒരു പർട്ടിക്കുലർ ആ പറയുന്ന വ്യക്തി പറയുന്ന ആ പ്രസൻറ്റ് ടൈമിന് മുമ്പേ പിന്നെയും ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ജലപ്രളയത്തിന് മുമ്പേ, മനസ്സിലായി? ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു നാളെ ഇപ്പം ഒരു ഇപ്പം ഞാനിപ്പം 9/11 പറ്റി പറയാം. ഓക്കെ, 9/11 ഒരു സംഭവം കഴിഞ്ഞല്ലോ. അപ്പം ഞാൻ അതിന് മുമ്പത്തെ ഒരു കാര്യം പറയുക. അപ്പോൾ ഞാൻ പറയുകയാണ്, അതിന് മുമ്പേ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു, അതിന് ശേഷവും പോയിട്ടുണ്ടായിരുന്നു. മനസ്സിലായി? ഏതാ ഇതിന് മുമ്പേ? മനസ്സിലായി? ഇതെടുത്ത് ഒരു പർട്ടിക്കുലർ ടൈം എടുത്തിട്ട് അതിന് മുമ്പേ എന്ന് വെച്ചാൽ ഈനോക്ക് കൈൻ്റെ മകനായ ഈനോക്കിൻ്റെ സമയത്തേ ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നോഹയുടെ ശേഷം ഉണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം ജലപ്രളയത്തിന് മുമ്പേ. മനസ്സിലായി? ആ ഒരു രീതിയിലാണ് പറയുന്നത്. ഒരു ടൈം എടുത്തിട്ട് അതിന് മുമ്പേ പിന്നെയുണ്ട്, അതിന് ശേഷമാണ് ജലപ്രളയം വരുന്നത്. മനസ്സിലായി? പക്ഷേ പിൽക്കാലത്തും അനാക്യരുണ്ട്. ഇപ്പം ഓക്കെ. പിന്നെ നെഫലിം വീഴ്ത്തപ്പെട്ടു പോയ ദൂതന്മാരെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ വാക്ക് പിന്നെയും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എവിടെ? എക്സോഡസിലാണെന്നോ നമ്പേഴ്സിലാണെന്നോ അറിയത്തില്ല. സ്പൈ ആയിട്ട് പോയ സമയത്ത്, കനാൻ ദേശത്ത് സ്പൈ ആയിട്ട് പോയ സമയത്ത് അവർ റിപ്പോർട്ട് കൊണ്ടുവന്ന് പറയുന്നത് അവിടെ അനാക്യ മല്ലന്മാരുണ്ട്. അവിടെ ഈ നെഫലീമായി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പം ജലപ്രളയത്തിന് ശേഷം ഇതുണ്ട്. ഈ നെഫ്ലിം എന്നുള്ള വേർഡിൻ്റെ അർത്ഥം ഇതുവരെയായിട്ടും ആർക്കും അറിയത്തില്ല. ഓക്കെ, ചില ആൾക്കാർ വന്ന് വീഴ്ത്തപ്പെട്ട നെഫൽ എന്ന് പറഞ്ഞാൽ വീഴ്ത്തപ്പെട്ടു പോയ ആൾക്കാരെന്നാണ് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് വീഴ്ത്തപ്പെട്ടു പോയ എന്ന് നമുക്ക് പറയാം. മറ്റേത് നമ്മൾ ദൂതന്മാരാന്ന് പറഞ്ഞു പോയാൽ അവിടെയും ഇവിടെയും ഇത്. പിന്നെ മനസ്സിലായി? അതുപോലെ അനാക്യ മല്ലന്മാരാന്ന് പറഞ്ഞാൽ അനാക്യ മല്ലന്മാർ പിൻപും ഉണ്ടായിരുന്നു. ഇവർ സ്പൈ നോക്കാൻ പോയപ്പം കനാൻ ദേശത്ത് അനാക്യ മല്ലന്മാരുണ്ടായിരുന്നു. അവർ ഞങ്ങൾ വെട്ടുക്കിളിയെ പോലെ, കൊച്ചു ഗ്രാസ് ഓപ്പേഴ്സിനെ പോലെയായിരുന്നു, അവർ വലിയ ആൾക്കാരായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ വാക്ക് യൂസ് ചെയ്തേക്കുന്നത് ഇത് തന്നെയാണ്. മനസ്സിലായോ? അപ്പം വാക്കുകൾക്ക് പ്രാധാന്യമുണ്ടെങ്കിലും പക്ഷേ അത് കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യണം. ഈ കോണ്ടെക്സ്റ്റ് ഹോൾ ബൈബിളുമായിട്ട് മറ്റൊരു ഭാഗമായിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഇത് ചെയ്യുമ്പോൾ. ഇവിടാണ് ഹെർമെന്യൂട്ടിക്സ് വരുന്നത്. മനസ്സിലായോ? പുതിയൊരു ദേവദാസൻ കെവിൻ വാൻ ഹോസർ അങ്ങനെ ഒരു ദേവദാസൻ ഒരു പുതിയ ബുക്ക് എഴുതിയിട്ടുണ്ട്. അതൊരു നല്ലൊരു ബുക്ക്. മിയർ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞൊരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ ഹെർമെന്യൂട്ടിക്സ് നല്ലതായിട്ട് ഇത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എങ്കിലും അതെല്ലാം പറയാൻ പറ്റും. അപ്പം കോൺട്രഡിക്റ്റ് ചെയ്യില്ലേ? ഇപ്പം ഞാൻ പറയാം. ഇപ്പം ഹ്യൂമൻസ് എന്ന് ഈ ദൈവമക്കൾ എന്നുള്ള 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ദൂതന്മാരെന്നുള്ള പറയുന്നത്, ദൂതന്മാരും മനുഷ്യൻ്റെ മക്കളും പെൺമക്കളും. 2, അന്നത്തെ കാലത്തെ രാജാക്കന്മാരായിട്ടുള്ളവരും കൈൻ്റെ മക്കളായിട്ടുള്ളവരും. അന്നത്തെ മക്കൾ രാജാക്കന്മാരെന്ന് പറയാൻ നമുക്ക് തെളിവുണ്ട്. ആരായിരുന്നു? ഈനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. അതിന് ശേഷം മെഥൂസല ഒരു രാജാവായിരുന്നെന്ന് മിദ്രാഷ് വഴി നമുക്ക് കഴിഞ്ഞ ആഴ്ച പഠിക്കുകയുണ്ടായി. അപ്പോൾ അന്നത്തെ കാലത്ത് രാജാക്കന്മാരും ഉണ്ടായിരുന്നു. ഇതുണ്ട്. അത് ഒരു ചിന്താഗതി. 2, ഞാൻ വിശ്വസിക്കുന്നതും ഇത് 3ാമത്തെ ചിന്ത. 1, ആ സേത്തിൻ്റെ ജനറേഷനായ ദൈവമക്കളും കൈൻ്റെ മക്കളായ ഇതും. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് കോൺട്രഡിക്ഷൻ വരാതിരിക്കാൻ വേണ്ടി പറയാം. ഇപ്പം ദൈവത്തിൻ്റെ ദൂതന്മാരാന്ന് വെച്ചോ, ദൂതന്മാരുടെ മനുഷ്യരുടെ മക്കളെ എടുത്തു എങ്ങ് വരുവാണെന്നുണ്ടെങ്കിൽ ഷേം, ഹാം, ജാഫെത്ത് കല്യാണം കഴിച്ച ആരെയായിരിക്കണം?
ഈ ദൈവത്തിൻ്റെ മക്കളായിട്ട് വരുന്നവർ അവരുടെ തലമുറയായിട്ട് വരുന്ന പെണ്ണുങ്ങളെയല്ലേ കല്യാണം കഴിക്കത്തുള്ളൂ. കല്യാണം കഴിച്ച് കഴിഞ്ഞ് അവരിൽ കൂടെ വരണ്ടായോ അനാക്യ മല്ലന്മാരെ പിൽക്കാലത്ത്. ഇപ്പോൾ ഹോൾ ഫ്ലഡ് വരുവാണെന്നുണ്ടെങ്കിൽ, മനസ്സിലായി, ഹോൾ ഫ്ലഡാണ് പറയുന്നുണ്ടെങ്കിൽ, അല്ല പാർഷ്യലി ഫ്ലഡാണ് വരുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം മനസ്സിലായി അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രാഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പുതിയ നിയമമായിട്ട് കോൺട്രാഡിക്റ്റ് ചെയ്തത് മനസ്സിലായി. ഈ പഴയ നിയമം നമ്മൾ വെച്ച് പഠിപ്പിക്കുമ്പോൾ, ഈ രീതി പഠിപ്പിക്കുമ്പോൾ പുതിയ നിയമമായിട്ട് കോൺട്രാഡിക്റ്റ് ചെയ്തത് മനസ്സിലായി. വേറെ ഭാഗത്ത് കോൺട്രാഡിക്റ്റ് ചെയ്യല്ലേ. ദാവീദിൻ്റെ ഭാഗത്ത് ഗോലിയാത്ത് വരുമ്പം അനാക്യ ചെയ്താണ്, ഗോലിയാത്ത് ആറടി. ഓക്കെ, അങ്ങനെ 3 എണ്ണം വരുന്നുണ്ട് മനസ്സിലായി. 3 എണ്ണം ആയിട്ട് വരുന്നുണ്ട്. ഞാൻ 3ാമത്തേലാണ് വിശ്വസിക്കുന്നത്. സേത്തിൻ്റെ ലൈനും ഇത് യഹൂദ ഒരുമാതിരിപ്പെട്ട നല്ല ആൾക്കാർ തന്നെ, റാഷി, ഇബൻ എസ്ര, റംബാൻ, സ്റ്റെൻസിൽ എന്ന് പറഞ്ഞൊരു ആൾ, അങ്ങനെയൊക്കെ കുറേ ആൾക്കാരെ. പിന്നെ അന്നത്തെ കാലത്തെ മിദ്രാഷ് എഴുത്തിലും എല്ലാം വിശ്വസിക്കുന്നത് 2 ലൈൻ, 2 വംശങ്ങൾ വരുന്നുണ്ട്. ഒന്ന് സേത്തിൻ്റെ ലൈൻ വംശങ്ങളും മറ്റേ കൈൻ്റെ വംശമായിട്ടുള്ളത് മനസ്സിലായി. അങ്ങനെ 2 വംശങ്ങളാണ് വരുന്നത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് വായിച്ച് വരുമ്പോഴും ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇത് എന്തുവാ, നോഹ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. വായി ദൈവത്തെ വിളിച്ചപേക്ഷിച്ച ഒരു മനുഷ്യൻ, മറ്റവർ വിളിച്ചപേക്ഷിക്കാത്തവർ മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് നമ്മൾ മിദ്രാഷ് വായിച്ച് വരുമ്പോൾ. എന്തോ ഹാനോക്ക് ദൈവത്തോടുകൂടാണെന്നു വലിയൊരു സംഭവമായ ഫിഗറായി. പിന്നെ മെതൂസല വന്നപ്പോൾ ആരും ഏറ്റവും അവസാനം ടുവേഴ്സ് എൻ്റെ ആരും കേൾക്കാതായി, ഭയങ്കരമായ വഷളം നിറഞ്ഞു മനസ്സിലായി എന്നൊക്കെ നമ്മൾ വായിക്കേണ്ടായി. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട് മനസ്സിലായി. 2 മനുഷ്യ കുലങ്ങൾ തന്നെ, ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത് സേത്തിൻ്റെ ലൈൻ, മറ്റേത് മനസ്സിലായി. അങ്ങനെയുള്ള രീതി. പിന്നെ വേറെ ഒരെണ്ണം പറയുന്നത്, വേറെ ഒരു നമ്മുടെ കുറേ ദേവദാസന്മാർ കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഴ്ത്തപ്പെട്ടു പോയ എന്ന് പറയാം, ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് അകന്നു പോയവരെ ദുരാത്മാവ് ബാധിച്ച് ആ ഒരു രീതി വരുമ്പം ജോയിൻ്റ് മല്ലന്മാർ വരുന്നുണ്ടെന്ന് വരും മനസ്സിലായി. പിന്നെ ഒരു വർഷം ഞാൻ സോഷ്യോളജി പഠിച്ചപ്പം ടീച്ചർ പറഞ്ഞത് ഈ നിയാൻഡർതാൾ അല്ലെങ്കിൽ എന്തുവാ ഹോമോസേഫിയൻ, നിയാൻഡർതാൾ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് മനസ്സിലായി. ഈ കുരങ്ങനിൽ നിന്ന് ഇങ്ങനെ വന്ന് അങ്ങനെ ഒരു ജന്മമുണ്ട് എന്ന് നമ്മൾ ഇന്നത്തെ കാലത്ത് കേവ് മാൻ എന്നൊക്കെ പറയും. പക്ഷെങ്കിൽ കേവ് മാനിനെക്കാട്ടി ഇച്ചിരൂടെ വലിയ ആളാണ്. പക്ഷെ ഇവിടെ ഡിവൈൻ ബീയിങ് എന്ന് പറയുമ്പോൾ ബെനെ എലോഹിം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ അപ്പനമ്മമാരാരാന്ന് ആർക്കും അറിയത്തില്ല. ഇവരെങ്ങനെ വന്നു, ഇവരാരായിരിക്കുന്നു ആർക്കും അറിയത്തില്ല മനസ്സിലായി. ആ ഒരു ഫിഗറാണ്. പക്ഷേ ഇതേപോലത്തെ ഒരു ഫിഗർ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ അബ്രാമിൻ്റെ സമയത്ത് പഠിക്കും. ആരാ? മൽക്കീസേദെക്കിന് അപ്പനില്ല അമ്മയില്ല എന്ന് പറഞ്ഞ് ഒരു ഇത് പഠിക്കണം. അവരെവിടുന്ന് വന്നു എന്ന് ആ ജനങ്ങൾക്ക് അറിയത്തില്ല. ഹൗ ഡിഡ് ദേ, അവർ അപ്പനാര് അമ്മയാണ് എന്നറിയത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ദൈവമക്കളെന്ന് മനസ്സിലായി. മെയിനായിട്ട് പറയാൻ കാരണം ഇവർ ദൂതന്മാരാണെന്നും ഇതാണ്. ഇതിൻ്റെ ചരിത്രം പഠിച്ചു കഴിയുമ്പം, കമൻട്രി പഠിച്ചു കഴിയുമ്പം, അത് നമ്മുടെ ക്രിസ്ത്യൻ കമൻട്രി ആയാലും യഹൂദന്മാരുടെ ആയാലും മിദ്രാഷ് ആയാലും തർഗമായാലും ഏത് പഠിച്ചു നോക്കുമ്പോഴും അതിൻ്റെ അകത്ത് ഇവരുടെ പിതാക്കന്മാരാരാന്നറിയത്തില്ല മനസ്സിലായോ. അങ്ങനത്തെ ഒരു ബീയിങ് ആയതുകൊണ്ട് അവരെ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞ്. ഇപ്പം ദൂതന്മാർ മക്കൾ ഇതാവുകയാണ് കണ്ടല്ലോ. ഈ കാലത്തും അതുണ്ടാകണ്ടായോ? എന്തുകൊണ്ടാണ് ഉണ്ടാകാതിരിക്കുന്നത്? മനസ്സിലായോ? എന്തെങ്കിലുമൊക്കെയാണ്. പിന്നെ അനാക്യമല്ലന്മാർ ഇതുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഈ കാലത്തും അതേപോലെ വലിയ ആൾക്കാരില്ലേ, ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സിനെ നോക്കിപ്പടി. ഇപ്പോൾ ഷക്കീൽ ഒനീൽ എന്ന് പറഞ്ഞ ആൾ എത്ര യാമിങ് എന്ന് പറഞ്ഞാൽ ചൈന എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ആൾക്കാരല്ലേ. എത്രയോ ബാസ്കറ്റ്ബോൾ ആൾക്കാർ 7 ഫുട്ട്. നമ്മളവരെ കണ്ട ഇച്ചിരേ ഉള്ളൂ മനസ്സിലായി. ഇച്ചിരി ഉള്ള ആൾ. നമ്മൾ ഒരു 6 അടിയുള്ള ആളും 7 അടിയുള്ള ആളും കൂടെ വെച്ച് വലിയ, നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മേലോട്ട് നോക്കേണ്ടി വരും ഒരു നോർമൽ വ്യക്തി
മനസ്സിലായി? അതേപോലെ റെസ്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരെ, ആൻഡ്രേ ദ ജയൻ്റ്, ബിഗ് ഷോ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ വലിയ ആൾക്കാരല്ലേ. അപ്പോൾ അതേപോലെക്കുള്ള ആൾക്കാർ പണ്ടും ഉണ്ടായിരുന്നു, മനസ്സിലായി? ഇപ്പോഴും ഉണ്ടാവും. പക്ഷെങ്കിൽ നമ്മൾ ഹോൾ വൈഡ് ഫ്ലഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതിലാണ് വിശ്വസിക്കുന്നു എങ്കിൽ ഷേം ഹാം യാഫേത്തിന് ശേഷം മനാക്കിയ മലമരം. അപ്പോൾ ഇവരിൽ നിന്ന് എങ്ങനെ വന്നു? മനസ്സിലായോ? അല്ല, ഒരു റീജിയണൽ ഫ്ലഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അനാക്കിയ മലമരം അവിടെ ഉണ്ടായിരുന്നു, അവർ പിന്നെ വന്നു. ഓക്കെ, അപ്പോൾ പല രീതി പഠിപ്പിച്ചിട്ടുണ്ട്. 5 രീതി ഞാൻ കേട്ടിട്ടുണ്ട്, 5 എക്സ്പ്ലനേഷൻ. 3 നമ്മൾ കമൻട്രിക്കകത്തൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് കേൾക്കാം. അത് മോസ്റ്റ് പോപ്പുലർ 3 ഒന്ന് ദൂതന്മാരും മനുഷ്യൻ്റെ ഇതും. 2 അന്നത്തെ കാലത്തെ രാജാക്കന്മാരായിട്ടുള്ളവരും സാധാരണ ഇത് ദാവീദും ബർഷേബയും പോലൊക്കെയുള്ള നോർമൽ ആൾക്കാർ. പിന്നെ 3ാമത് വരുന്നത് സേത്തിൻ്റെ ലൈനും കായിൻ്റെ ലൈനും. ഓക്കെ, 4ാമത് വരുന്നത് ദുരാത്മാവ്, വീഴ്ത്തപ്പെട്ടു പോയ ദൈവത്തിൻ്റെ മക്കളിലെ ദുരാത്മാവ് നിറഞ്ഞ് അതിൽ കൂടെ ഉണ്ടാകുന്ന ജനറേഷൻസും. പിന്നെ 5ാമത് സോഷ്യോളജി പഠിച്ചത് നിയാൻഡർതാൾ പോലുള്ള വ്യക്തികൾ. അവരാരാ എങ്ങനെ വന്നു എന്ന്, കുരങ്ങന്മാരിൽ നിന്ന് അവർ ഫോം ചെയ്ത് വന്നു. ഇവരെങ്ങനെ വന്നു ഒന്നും അറിയത്തില്ല. പക്ഷെങ്കിൽ അന്നേരം മനുഷ്യപുത്രം നമ്മൾ ഇന്നത്തെ പോയിൻ്റ് ഓഫ് വ്യൂ കാണരുത്. ഇന്ന് നമ്മൾ മേക്കപ്പും ഇതുമൊക്കെ ഇട്ട് ഷേവൊക്കെ ചെയ്ത് നല്ലതായിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മൾ കുരങ്ങന്മാരെ കാണുമ്പോൾ അയ്യോ എന്ന് പറയും. പക്ഷേ ഒരു 50 കൊല്ലത്തിന് മുമ്പേ ചിന്തിച്ച് നോക്കുക, നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ യങ് ഏജിൽ അവരൊക്കെ നോക്കി, അവരൊക്കെ എത്രമാത്രം മേക്കപ്പും ഷേവും എത്രമാത്രം കാര്യങ്ങളൊക്കെ ചെയ്യുന്നെന്ന് ഓർത്തു, എത്രമാത്രം ഹൈജീനിക്കും വൃത്തിയോടും ഇതൊക്കെ ഉള്ളതെന്നൊന്നും ഓർത്ത് നോക്കി. ഓക്കെ, ഈവൻ ഇവിടുത്തെ അമേരിക്കയിൽ തന്നെ അന്നത്തെ കാലത്ത് ഒന്നും ആൾക്കാരെ ഒന്ന് ഓർത്ത് നോക്കി. ഇന്നും പറയാൻ ക്ഷമിക്കണം, അമേരിക്കയിലുള്ള നല്ലൊരു ആൾക്കാരും ഡിയോറൻ്റ് വിശ്വസിക്കാത്തവരുണ്ട്. മനസ്സിലായി? നമ്മളെപ്പോലുള്ള ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ ഡിയോറൻറ്റും ഇങ്ങനെയൊക്കെയുള്ള കാര്യം. മിക്കവാറും ആൾക്കാർ ഡിയോറൻറ്റ് വിശ്വസിക്കുന്നില്ല, മനസ്സിലായി? അപ്പം അങ്ങനത്തെ ആൾക്കാർ ഇന്നത്തെ കാലത്തും ഉണ്ട്. അപ്പോൾ പഴയ കാലത്തൊന്നും നോക്കി, ഇതൊന്നും ഇല്ലാത്ത കാലത്തെ ആ പിക്ചറൊന്നും സംഭവിച്ചത്. ഇനിയും അതൊരു 2000 വർഷം അല്ലെങ്കിൽ 4000 വർഷത്തിന് മുമ്പത്തെ കാര്യം ഓർത്ത് നോക്കി. ഇങ്ങനത്തെ ലൈക്ക് പിച്ചാത്തി പോലും നേരെ ചൊവ്വേ ഇല്ലാത്ത ഒരു കാലം, മനസ്സിലായി? അങ്ങനത്തെ ഒരു കാലത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കി. അങ്ങനത്തെ ഉള്ള മനുഷ്യർ കേവ്മാനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അവർ കാണുമ്പോൾ. പിന്നെ മിദ്രാഷ് വായിക്കുമ്പം അന്നത്തെ ആൾക്കാരെ വഷളായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സോതോമിലെ പോലെ, മനസ്സിലായി? മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ ഉള്ള മനസ്സിലായ ബന്ധങ്ങളൊക്കെ ഉള്ള സമയമായി, മനസ്സിലായി? അപ്പോൾ അങ്ങനെ വരുമ്പം ഈ നിയാൻഡർതാളുമായിട്ട് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, മനസ്സിലായോ? പക്ഷെങ്കിൽ ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് സേത്തിൻ്റെ ലൈനും കായിൻ്റെ ലൈനും. കൈൻ വീഴ്ത്തപ്പെട്ടു പോയി, ശാപത്തിന്മേ അവർ കൈനൊന്ന് വീണു, ആദാം വീണു, കൈന് വീണു, അത് കഴിഞ്ഞ് കൈൻ്റെ മകനായ ലാമേക്ക് വീണു, അത് കഴിഞ്ഞ് ഓരോ ജനറേഷനും പിന്നെ വീണ് അവരുടെ പാവം പെരുകി വരുന്നു. ആ സമയം മറ്റേ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടില്ലേ, സേത്ത് ദൈവത്തെ വിളിച്ചു തുടങ്ങി, അത് കഴിഞ്ഞ് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, മെതൂസ്ല വലുതായി, അത് കഴിഞ്ഞ് നോഹ അവർക്കെല്ലാവർക്കും ഒരു ആശ്വാസമായി, മനസ്സിലായി? അപ്പം എന്ന് പറയുന്നത് പോലെ അത് സമാധാനം കിട്ടാതിരുന്ന സ്ഥലത്ത് ഒരു സമാധാനം കൊണ്ടു. അവരുടെ സമാധാനം എന്തുമായിരുന്നു? ആ സമാധാനം എന്ന് വെച്ചാൽ ദൈവത്തെ വിളിച്ചവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഒരു അടയാളമായി അവർ വിതച്ച ഇത്. അന്നത്തെ കാലത്ത് ഭൂമി ശാപം ആയിത്തീർന്ന ഭൂമിയിൽ നോഹ വിതച്ചപ്പം 100 മേനിയായിട്ട്, മനസ്സിലായി, വിളവ് തന്നു. അപ്പോൾ അവർക്കൊരു സമാധാനം കൊണ്ടുവന്നു. ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇന്നും നമ്മൾ അങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കുന്നത്. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഓക്കെ, അപ്പം സൂക്ഷിച്ചു വേണം ഓരോ കാര്യങ്ങളും ഇത് ചെയ്യാൻ. വാക്കുകളുടെ പ്രാധാന്യമുണ്ട്, അത്
കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യണം, അത് ഹോൾ ബൈബിളിൻ്റെ അകത്ത് ഫിറ്റ് ആകണം. അപ്പുറവും ഇപ്പുറവും തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായി? നമ്മൾ ഏഞ്ചൽസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഈ സേത്തിൻ്റെ അല്ല നോഹയുടെ മക്കളെ 3 മക്കളിൽ കൂടെ വേണം പിൻകാലത്ത് വരാൻ. ഹോൾ ഫ്ലഡ് വരാൻ. റീജിയണൽ ഫ്ലഡ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതിൻ്റെ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ വീഴ്ത്തപ്പെട്ടു പോയ ദൂതന്മാർ പിൽക്കാലത്ത് എങ്ങനെ വന്നു? അപ്പം ഇവിടെ വീഴ്ത്തപ്പെട്ടു പോയ ദൂതന്മാർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പൈ ചെയ്തതിന് ശേഷം കനാന് ദേശത്ത് കണ്ട അവർ വീഴ്ത്തപ്പെട്ടു പോയവരാണ്. ഏറ്റവും വലിയ ബൈബിളിൽ ഏറ്റവും കൂടുതൽ പറയുന്ന 2 രാജാക്കന്മാർ, ബാഷാൻ രാജാവായ ഓഗും മറ്റേ ആളും, അങ്ങനെ 2 പേരെ പറ്റി പറയുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പേര് പറയുന്നുണ്ട്. അവർ 2 പേരെയും കൊന്ന കാര്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഒക്കെ ഒന്ന്. പിന്നെ സെക്ഷുവൽ കാര്യത്തിനെ പറ്റി ദൈവത്തിൻ്റെ മക്കളും ഇതും തമ്മിലാണ് അവർ. ഓക്കെ, ദൈവത്തിൻ്റെ മക്കളായ ഇസ്രായേൽ ഈ ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത ഒരു 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 ഇതുണ്ട്. ഏതായിരുന്നു? എവിടെ ചേർന്നു? മാസായിലും മെരീബായിലും വെച്ച് ഉണ്ടായ സംഭവം. അതേത് സംഭവമായിരുന്നു? അവർ മോവാബിയ സ്ത്രീകളുമായിട്ട് ഉണ്ടായ സംഭവം അറിയാമല്ലോ. ആ ഒരു കാര്യം എടുത്തെടുത്ത് പല പ്രാവശ്യവും പറയുന്നുണ്ട് അല്ലേ? ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. അതേപോലെ തന്നെ അങ്ങനെ ഒത്തിരിയും കാര്യങ്ങൾ നമ്മൾ ബൈബിളിൻ്റെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിംഷോൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിലും അത് തന്നെ ദൈവത്തിൻ്റെ മക്കളും ഇത് സ്ത്രീകളുമായിട്ടുള്ള ഇത്. അങ്ങനെ ഒത്തിരിയും നമുക്ക് തെളിവുകൾ പുതിയ നിമിത്തം ഇങ്ങോട്ട് പറയാനുണ്ട്. പക്ഷേ മറ്റേതാണെന്നുണ്ടെങ്കിൽ ഒരു തെളിവില്ല. മനസ്സിലാവും? ഇവിടെ ഒറ്റ ഒരു വാക്കിനാലാണ് പോകുന്നത്. വീഴ്ത്തപ്പെട്ട് പോവാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഇവിടെ നമ്മൾ ദൂതന്മാരാണ് വീഴ്ത്തപ്പെട്ട് പോകുന്നത് കഴിഞ്ഞാൽ അപ്പോൾ അപ്പുറത്ത് വരും അനാക്കിയ മല്ലന്മാർ വരുമ്പോൾ ആരെ വരും? അന്നേരവും ദൂതന്മാർ വിട്ട്. പിന്നെ ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടോ? മനസ്സിലായോ? ദൂതന്മാരാണ്. അങ്ങനെയൊക്കെ 100 ചോദ്യങ്ങൾക്കിൻ്റെ അകത്തും കോൺട്രഡിക്ഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് പറയുന്നതും ചിന്തിക്കുന്നതും എല്ലാം വായിക്കുന്നതും ഗ്രഹിക്കുന്നതും എല്ലാം സൂക്ഷിച്ചു വേണം പറയാം. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ 5 പോസിബിലിറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. ഞാൻ ചൂസ് ചെയ്യുന്നത് സേത്തിൻ്റെ ലൈനും കൈൻ്റെ ലൈനും. ഓക്കെ, അതാണ് ഞാൻ ദൂതന്മാരാണ് ഏഞ്ചൽസ് എന്നുള്ള കഥ വിട്ട് കളഞ്ഞേക്കെ. അത് ഞാൻ വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് ദൈവം പറയുന്നത് മൈ ബ്രത്ത് ഷാൽ നോട്ട് അബൈഡ്. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ ഇവരോടുകൂടി ഇനിയും ഞാൻ ദുഃഖിക്കുന്നു എന്നുള്ള പറയുന്നതിൻ്റെ അർത്ഥം പല ആൾക്കാരും അത് ഒരു വല്ലാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട്. അതിനും പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഃഖിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് 4 മക്കളുണ്ട്. അതിൽ ഇളയന്മാർ 2 അടയും ചക്കരയും പോലെ എപ്പോഴും കാണാതിരിക്കത്തില്ല, കണ്ടാടിക്കുമാണ്. അപ്പം യുവമാർ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് അടി കൊണ്ടാകുമ്പം ഞാൻ കണ്ടു നിൽക്കുമോ അതോ ഞാൻ അവരെ ശിക്ഷിക്കുമോ? ശിക്ഷിക്കുമ്പോൾ എൻ്റെ മനോഭാവം എന്തുമായിരിക്കും? എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടാണോ ഞാൻ ചെയ്യുന്നത്? അല്ല. കാര്യം എന്തുകൊണ്ടാണ്? അമ്മമാർ തമ്മിൽ തല്ലി ചാകാതിരിക്കാൻ വേണ്ടി ഞാൻ അവരെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശിക്ഷ. അതാണ് ദൈവത്തിനൊരിക്കലും പഴയ നിയമത്തിലെ ദൈവം ഒരു കൊല്ലാനുള്ള മനോഭാവമുള്ള ദൈവമല്ല, അഴുക്ക് ദൈവമല്ല. അങ്ങനെ ദൈവമാണ് ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കാൻ. യോഹന്നാൻ 3:16 എഴുതി മാറ്റണ്ടായോ? ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുവാൻ തന്നെ സ്വന്തം പുത്രനെ ആദരിക്കുക നമുക്ക് വേണ്ടി നൽകി തന്ന ഒരു ദൈവം. ആ ദൈവം ഈ മക്കൾ അമ്മ അടികൊണ്ടായി തമ്മിച്ചാലെന്ന് കണ്ടുകൊണ്ടിരിക്കുമോ? വേദനിക്കത്തില്ലേ? ഒരു പിതാവിൻ്റെ മനസ്സും വേദനിക്കത്തില്ലേ? അവരും അമ്മയെ അങ്ങോട്ടും ഇങ്ങോട്ടും. അന്നത്തെ വിക്കറ്റ്നെസ് സോതോമിനേക്കാട്ടിയത്. ഇപ്പം ഞാൻ പറയുന്നത് വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ ആ നോഹയുടെ ആർക്ക് പോയി കാണുക, കെണ്ടക്കിയിലെ അതൊന്ന് പോയി കണ്ട് 6 മണിക്കൂർ സമയം അവർ പറയുന്നത്. നിങ്ങളത് ശരിക്കും എടുത്ത് ഹോൾ ഡേ ഒരു 8-10 മണിക്കൂർ അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യും. 3 ഡെക്കുണ്ട്. ആ 3 ഡെക്കും ശരിക്കും തറവിൽ എല്ലാം ശരിക്കും വാച്ച് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ എടുത്ത്
എല്ലാം ശരിക്കും ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് എന്നിട്ട് നിങ്ങൾ പറ. അന്നത്തെ കാലത്തെ വിക്കറ്റ്നസ് എന്തോമായിരുന്നു, പാമ്പുകളെ സേവിക്കുന്നതും ഒക്കെ ഉള്ള സകല പരിപാടികളുമുണ്ട്. അപ്പം ഇത്രമാത്രം വഷളായിരിക്കുന്നത് ദൈവത്തിന് കണ്ടുവയ്ക്കാൻ പറ്റുമോ? ഇപ്പം നിങ്ങളുടെ മക്കൾ ഇതേപോലെ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കുമോ? ഇല്ല, നമ്മൾ നോക്കി. ആ സെയിം ദുഃഖമാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ ദൈവ ഇവരെ ഉണ്ടാക്കി എന്നുള്ള ദൈവത്തിന് ഒരു റീതിങ്കിങ് ചെയ്യുന്നത്. ഓക്കെ, ഗാഡ് ഇസ് ഒംനീഷ്യൻ്റ്, ഒംനിപ്രസൻ്റ് അല്ലാത്ത ഒരു ദൈവമാണ്. അയ്യോ, ചിന്തിച്ചു ഫ്യൂച്ചറിനെ പറ്റി ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തത്, പ്ലാൻ ബി, മനസ്സിലായി? അങ്ങനത്തെ രീതിയിലുള്ള അങ്ങനത്തെ പല രീതികളിലും ആൾക്കാരെ അങ്ങ് വല്ലാത്ത രീതിയിൽ അങ്ങ് ഇൻറ്റർപ്രറ്റ് ചെയ്ത് വല്ലാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഓക്കെ, അത് പിന്നെ അടുത്ത നെഫിലിംസിനെ നമ്മൾ വായിച്ചു. മെൻ ഓഫ് റിനോൺ എന്ന് പറയുന്നത് നമ്മുടെ ഈനോക്ക് അന്നത്തെ കാലത്തെ ഒരു വലിയൊരു ഫിഗറായിരുന്നു, മനസ്സിലായി? അപ്പുറത്തെ ആ സെയിം ടൈം ലാമേക്കിൻ്റെ മക്കൾ കുറ്റം പറയുന്നതായിരുന്നു. അതിൽ ലാമേക്കിൻ്റെ മോൾ നാമ എന്ന് പറഞ്ഞ ഒരാൾ നോഹയെ പിൽക്കാലത്ത് ശരിക്കും കളിയാക്കിയിട്ടുമുണ്ട്. ഓക്കെ, നാമ എന്ന് പറഞ്ഞ ഒരു ഒരു മോള്. അപ്പം അങ്ങനെ ഉള്ള ഒരു മെൻ ഓഫ് റിനോൺ അറ്റ് ദാറ്റ് ടൈം. മെതൂസല വലിയ രാജാവായിരുന്നു ആ കാലത്തെ ആൾക്കാരുടെ മുമ്പിൽ വലിയ രാജാവായിരുന്നു എന്ന്. കാരണം ദൈവം ആ വ്യക്തിയോ മെതൂസലയുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ബോധ്യമായിരുന്നു ഈനോക്കിനോടുകൂടി ദൈവം ഉണ്ടായിരുന്നു, ദൈവം ഇടപെടുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പറയും നമുക്കിവിടെ ഒരു വലിയൊരു പാഷനുണ്ട്. ആ പാഷനിടയ്ക്ക് ഇത് പറഞ്ഞു ആൾക്കാർ നമ്മുടെ പറയും ഒക്കെ ഇന്ത്യയിലായിരുന്നു വെച്ചോണ്ടിരിക്കട്ടെ. ഇന്ത്യയിലൊരു പാസ്റ്റർ വേറെ സുവിശേഷ വിരോധികൾ അടിക്കാൻ വരുമ്പോൾ, പക്ഷെങ്കിൽ അവർ അടിക്കാൻ വരുന്നുണ്ട്, പക്ഷേ ഈ പാസ്റ്ററിനെ അടിക്കാൻ പറ്റുന്നില്ല, മനസ്സിലായി? ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷൻ പറഞ്ഞു. അപ്പോൾ അവർ ഈ ആൾക്കാരെ എല്ലാം ഒരു ദൈവം പോലെ ആക്കി വയ്ക്കത്തില്ലേ? നമുക്ക് പുതിയ നിയമത്തിലുണ്ട്. പൗലോസും ശീലാസും പോയപ്പം എനിക്കൊന്ന് എഫെസോസിലാന്ന് തോന്നുന്നു, അവർ ഹെർമീസും ഈ അവരുടെ ദൈവമാണെന്ന് പറഞ്ഞ് വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി അല്ലേ? എന്ന് പറയുന്ന പോലെ അന്നത്തെ കാലത്തെ ഒരു റിനൗൺ വ്യക്തിയായിരുന്നു ആര്? ഈനോക്കിന് ശേഷം മെതൂസല. ഓക്കെ, അപ്പോൾ അന്നത്തെ റിനൗൺ ആൾക്കാരും ഉണ്ടായിരുന്നു എന്ന് മനുഷ്യനും ഇവരെല്ലാം ഒരുമിച്ച് താമസിച്ചിരുന്നു അന്നത്തെ കാലത്തെ. എന്നാൽ 2 സെപ്പറേറ്റഡ് ലൈൻ ഉണ്ടായിരുന്നു. ഈ സെപ്പറേറ്റഡ് ലൈൻ നമുക്ക് പിന്നെയും കാണാണ്ട് തെരഞ്ഞെടുപ്പ് അബ്രാമിൽ കൂടെ ദൈവം തിരഞ്ഞെടുത്ത് ഒരു സെപ്പറേറ്റ് ലൈൻ പോകുന്നുണ്ട്. അപ്പുറത്ത് കനാനിയ ദേശമുണ്ട്, മറ്റൊരു ദേശമുണ്ട്. ഇതിന് ചുറ്റും ഇസ്രയേലിൻ്റെ ഇന്ന് ചുറ്റും നടക്കുന്ന എല്ലാ രാജ്യക്കാരും അവർക്കെതിരല്ലേ? ഇസ്രായേൽ മാത്രമേ ഉള്ളൂ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി അല്ലേ? ആ ഒരു സെപ്പറേറ്റ് ലൈൻ. നമ്മൾ ഒരു കാര്യം ഇവിടുന്ന് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് സെയിം ആയിരിക്കും, കോൺട്രാഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, കോൺട്രാഡിക്റ്റ് ചെയ്യുമ്പോഴാണ് ആൾക്കാരിൽ നമ്മൾ ദൂതന്മാരെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർ വേറെ എവിടെ ചെല്ലുമ്പോൾ ഇവർ തന്നെ പേഴ്സണൽ സ്റ്റഡീസ് വരുമ്പോൾ ഇവിടെ ഇത് രണ്ടും മാച്ചാണെന്നല്ലോ, വിശ്വാസം പോകും, മനസ്സിലായി? വിശ്വാസം പോകും. അതുകൊണ്ടാണ് പറയുന്നത് ത്രൂ ഔട്ട് ഒരു സെയിം ഇതിൽ ആയി വരണം. ഓക്കെ, പിന്നെ അടുത്ത വാക്ക് പറയുന്നത് ദൈവം റിഗ്രറ്റ് ചെയ്തു. നമ്മളത് നമ്മളൊക്കെ അറിയാം എന്തുകൊണ്ടത് റിഗ്രറ്റ് ചെയ്തത്. അത് മനുഷ്യരെ ഉണ്ടാക്കിയെന്നുള്ള റിഗ്രറ്റല്ല, ഇവർ തമ്മിൽ തല്ലുന്നത് കണ്ടുകൊണ്ട് മനസ്സിലായി ഇവരെ പണിഷ് ചെയ്യണമല്ലോ. അത്രയ്ക്ക് ഒരു സങ്കടമാണ്. കാരണം ഇവരെ പണിഷ് ചെയ്തില്ലെങ്കിൽ ഇവർ എല്ലാം തമ്മിൽ തല്ലിച്ചാകും. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് ഇൻ്റർവ്യൂൻ ചെയ്യണം, മനസ്സിലായി? അപ്പം പലരും ഞാൻ കേട്ടിട്ടുണ്ട് പഴയ നിയമത്തിലെ ദൈവം ഭയങ്കര ഇതാണ്. മാർസിയം എന്ന് പറഞ്ഞ ആളും ഈ സെയിം തിങ് പഴയ നിയമം മുഴുവൻ എടുത്ത് കളഞ്ഞു. മത്തായിയുടെ സുവിശേഷം എടുത്ത് കളഞ്ഞു, മറ്റെല്ലാം എടുത്ത്. കാരണം അവർ യഹൂദന്മാരെ വേണ്ട. കാരണം യഹൂദന്മാരുടെ ദൈവം അഴുക്ക് ദൈവം മാർസിയം എന്ന് പറയുന്നത്. കാരണം റിവെഞ്ചിൻ്റെ കൊലപാതകം ചെയ്യുന്ന ദൈവം യേശു ക്രിസ്തുവാണ് ഇത് ചെയ്യുന്നത്, മനസ്സിലായി? യേശു ക്രിസ്തുവാണ്. അപ്പം ഇവർ തമ്മിലുള്ള വ്യത്യാസം, യേശു ക്രിസ്തുവും പിതാവും തമ്മിലുള്ള വ്യത്യാസം എന്തോ, മനസ്സിലായി?
അങ്ങനത്തെ രീതി കോൺട്രാഡിക്റ്റ് ചെയ്യുന്ന പഠിപ്പീരുകൾ ആയിരിക്കരുത്. മനസ്സിലായി? അപ്പം അത് കഴിഞ്ഞ് ദൈവം പറഞ്ഞു, ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്തു. ഹ്യൂമൻസ് ടുഗദർ വിത്ത് ദ ബീസ്റ്റ്, ക്രീപ്പിംഗ് തിങ്സ്, ബേർഡ്സ് ഓഫ് ദ സ്കൈ, ഐ റിഗ്രറ്റ് ദാറ്റ് ഐ മേഡ് ദം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ പറയട്ടെ, ഇത് വായിച്ച എൻ്റെ ഞാൻ ഫുള്ള് വായിച്ചില്ല. ഒരു ഇത്രയും വലിയ പാരഗ്രാഫിൻ്റെ ഇത്രയും ഭാഗം ഞാൻ വായിച്ചപ്പോഴത്തേക്ക് എൻ്റെ തല വരുന്നു. കാരണം ബാക്കി അങ്ങോട്ട് വായിക്കാൻ എനിക്ക് ഒരു ഇത് വരുന്നില്ല. കാരണം അത്രയ്ക്ക് മ്ലേച്ഛകരമായ രീതിയിലുള്ള മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി ഹൈബ്രിഡ് ആക്കുക, അവർ തമ്മിൽ ചെയ്യുക, മനുഷ്യനും മൃഗങ്ങളും തമ്മിലാവുക, അങ്ങനെ ഒരു വല്ലാത്ത രീതി ഇത്. അപ്പം നമുക്കിത് പ്രൂവ് ചെയ്യാനുണ്ടോ? യെസ്. എവിടെ പ്രൂവ് ചെയ്യാനുള്ളത്? സോദോം ഗൊമോർ സെയിം തിങ്. അന്ന് നടത്തിയ ആ സെയിം തിങ് തന്നെ, ആ സെയിം മനോഭാവം എവിടെ വന്നു? അവിടെയും വന്നില്ലേ? സോദോമിലും വന്നില്ലേ? മനസ്സിലായി? അപ്പം കോൺട്രാഡിക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പം ഇങ്ങനെ പല 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 രീതി വന്നു. ഇതാണ് ഇവിടുത്തെ എക്സ്പ്ലനേഷൻ. ഓക്കെ. പക്ഷേ ഈ സ്ഥലത്ത് നോഹ ദൈവത്തിൻ്റെ കൃപയാണ്, നീതിമാനായി നടന്നു. ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആദ്യം പറഞ്ഞ ക്രിസ്തീയ ജീവിതം ഒരു എൻജോയബിൾ ആയിരിക്കണം. മനസ്സിലായി? നമ്മുടെ ചുറ്റും പല ആൾക്കാരും പല രീതിയിൽ നടക്കുന്നുണ്ട്. പല ക്രിസ്ത്യാനികളായിട്ട് പല രീതി വ്യാഖ്യാനിച്ച് പല രീതി അവർക്ക് തോന്നുന്ന പല രീതി നടക്കുന്നുണ്ട്. ദൈവം നമ്മളെപ്പറ്റി ഉദ്ദേശിക്കുന്നത് എന്തുവാ? ദൈവം നമ്മളെപ്പറ്റി ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനെ ധരിച്ചവരായി നീതിമാനായി നടക്കുക. നോഹയെ പോലെ മറ്റുള്ള മനുഷ്യർ നടന്നപ്പോൾ നീതിമാനായി നടക്കുക. നമ്മൾ ദൈവത്തോട് കൊടുക്കുമ്പോൾ ദൈവം നമ്മളിൽ പ്രസാദിക്കുമാറാകും. മറ്റേ ഇമേജ് ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ ഇമേജ് റിഫ്ലക്റ്റ് ചെയ്യുക. ഹാനോക്ക് റിഫ്ലക്റ്റ് ചെയ്തു, നോഹ റിഫ്ലക്റ്റ് ചെയ്തു. ഇനി നമ്മുടെ ജോലി അത് ക്രിസ്തുവിനെ ധരിച്ചവരെ. മനസ്സിലായി? നല്ല നീതിമാൻ, നല്ല എല്ലാവരും ഫേവറബിളായിട്ട് പറയത്തില്ലായിരിക്കും. പക്ഷെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ നടന്നോളൂ, അതെല്ലാം ഓക്കെ ആയിക്കോളും. ഇന്നത്തെ ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്ന പ്രസംഗം അത് തന്നെയാണ്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. നമ്മൾ ചെയ്യാനുള്ള ചെയ്യുക. നമ്മളോട് ഇപ്പോൾ എതിർക്കുന്ന ആൾക്കാരെല്ലാം പിന്നെ നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞോളൂ. പക്ഷെങ്കിൽ മെയിൻ കാര്യം ഇത്രേ ഉള്ളൂ, നമ്മുടെ ഓട്ടവും നടപ്പും എല്ലാം ക്രിസ്തുയേശുവിൻ്റെ ധരിച്ചവരെ നീതിമാനായി ദൈവത്തിന് പ്രസാദമാവണം വേണം നടക്കുക. നമ്മുടെ അതായത് ക്രിസ്ത്യ ജീവിതം ചെയ്യുമ്പോൾ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ആ റൂൾസും റെഗുലേഷൻസും എല്ലാം ഇതായിരിക്കണം, എന്താ ദൈവത്തിൻ്റെ ഹിതപ്രകാരമായിരിക്കണം. അന്നേരം ദൈവം നമ്മളെ പ്രസാദിക്കും. മനസ്സിലായി? ദൈവം നമ്മളെ പ്രസാദിക്കും. നമുക്ക് ദൈവത്തോടു കൂടെ നടക്കുവാനും അത് ഒരു അതിനെന്തോ പറയേണ്ട, എനിക്ക് ബ്ലിറ്റ്സ്ഫുൾ അല്ലെങ്കിൽ എന്തുവാ എൻജോയബിളായിട്ട് നടക്കേണ്ട ഒരു ഇതാണ്. പക്ഷേ ഇതിലും ഞാനൊരു സങ്കടം പറയട്ടെ. ഇന്നത്തെ ഞങ്ങളുടെ ചർച്ചിൽ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ആ ഭാഷകൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പം, സങ്കീർത്തനത്തിന് പറഞ്ഞുകൊണ്ടിരുന്നപ്പം യെരൂശലേം ദേവാലയത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഒരു സങ്കടകരമായ കുറേ കാര്യങ്ങൾ ഓർമ്മ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ 38 കൊല്ലം ഇങ്ങനെ ഓരോ രോഗങ്ങളായാലും അല്ലെങ്കിൽ പിച്ചക്കാരായിട്ട്, നമ്മുടെ നാട്ടിൽ പറഞ്ഞ പിച്ചക്കാരായിട്ടുള്ളവർ അവിടെ വയ്ക്കും. ആ പിച്ചക്കാരെ അവിടെ വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻസിനെ അട്രാക്റ്റ് ചെയ്യണം. മനസ്സിലായി? കാരണം അവർ പൈസയും കൊണ്ട് വന്ന് ഇവർക്ക്, മനസ്സിലായി, യഹൂദന്മാരിലെ ഒരു ഇതാണ് എന്തുവാ ചാരിറ്റി. മനസ്സിലായി? തുളുക്കുമാരിലും ഉണ്ട് അത്. തുളുക്കുമാർ സോറുണ്ട്, അങ്ങനെ പറയില്ലെന്ന് എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമായിട്ടുള്ള ആൾക്കാർക്കുണ്ട് ചാരിറ്റി എന്ന് പറയുന്നത്. അവരുടെ 5 ഫൗണ്ടേഷൻ പഠിക്കുന്നതിൻ്റെ അകത്ത് ഒന്ന് ചാരിറ്റിയാണ്. ഓക്കെ. അപ്പോൾ യഹൂദന്മാർക്കുണ്ട് ഇതേപോലെ ചാരിറ്റി. മനസ്സിലായി? അപ്പം ഇവർക്ക് കൊണ്ടുവന്ന് പൈസ കൊടുക്കുക. മനസ്സിലായി? പിച്ചക്കാരെ അവിടെ നിർത്തിയേക്കുന്ന എന്തിനാ?
വേറെ ഇതിനൊന്നുമില്ല. എന്നാൽ ഞാൻ ചിലപ്പോൾ ഇത് ഓർക്കുമ്പോൾ കുമ്പടാന കൺവെൻഷനും ഉണ്ട്. ചിലപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കൺവെൻഷൻ പോകുമ്പോൾ പിച്ചക്കാർ ഇങ്ങനെ ഇഷ്ടം പോലെ നിൽക്കുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഐ തിങ്ക് എൻ്റെ ഊഹം ശരിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഫുള്ളി കോൺഫിഡൻ്റ്ലി വിത്ത് ഫുൾ എവിഡൻസ് പറയാൻ ഇല്ലെങ്കിലും എൻ്റെ ബലമായ സംശയം അന്നത്തെ ആൾക്കാരെ പിച്ചക്കാരെ അവിടെ വയ്ക്കുന്നതിന് കഴിഞ്ഞാൽ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുക, അവർ വന്ന് വർഷിപ്പ് ചെയ്യുക, ചാരിറ്റി കൊടുക്കുക. മനസ്സിലായോ? ഒരു 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 ക്രൗഡ് പുള്ളർ എന്ന് പറയുന്ന പോലുള്ള അങ്ങനെ ആയിരിക്കരുത് നമ്മുടെ ക്രിസ്തീയ ജീവിതം. മനസ്സിലായോ? ക്രൗഡ് പുള്ളിങ് ഇതായിരിക്കല്ലേ. ദൈവത്തോട് ഇതിനെ എല്ലാത്തിനെയും അടിച്ചു മാറ്റി, സകല വ്യാജങ്ങളെ അടിച്ചു മാറ്റി, സകല അട്രാക്റ്റീവ് ഫിഗറിനെ അടിച്ചു മാറ്റി അത് കളഞ്ഞിട്ട് ദൈവത്തോടുകൂടി നടക്കുന്ന ദൈവം നിന്നിലുണ്ടെന്ന് പറയണം. മറ്റ് ഉള്ള എല്ലാ ആൾക്കാരും വ്യാജ രീതിയിൽ പോയാണ്. നോഹ ഒറ്റ ഒരാളെ ഉള്ളായിരുന്നു. മനസ്സിലായോ? നോഹ ഒറ്റ ഒരാളെ നോഹ ഫൗണ്ട് ഫേവർ വിത്ത് അഡോണൈ എന്ന് പറയുന്നത്. ഒത്തിരി പേര് കാണത്തില്ല, ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് കാണത്തുള്ളായിരിക്കും. ഇറ്റ്സ് ഓക്കെ. ശക്തിയോടെ നിൽക്കുക. മനസ്സിലായോ? ദൈവം നമ്മളിൽ പ്രസാദിക്കും, ഉറപ്പ്. മനസ്സിലായോ? ധൈര്യത്തോടെ നമുക്ക് നിൽക്കണം, സ്ട്രോങ് ആയിട്ട് നിൽക്കണം. മനസ്സിലായോ? ഒരു കോംപ്രമൈസിനും പോകരുത്. മനസ്സിലായോ? ഒരു ക്രൗഡ് പുള്ളിങ്ങിന് നമുക്ക് ആവശ്യമില്ല. അതൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വേണമെന്നുണ്ട്. വന്നാലും വന്നില്ലെങ്കിലും മൈൻഡ് ചെയ്യരുത്. മനസ്സിലായോ? നമ്മൾ ചെയ്യാനുള്ള ചെയ്യുക. ഓക്കെ. നോഹ ഫൗണ്ട് ഫേവർ ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ ധരിച്ചവരായി നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളിലും പ്രസാദിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ എനിക്ക് പറയാം, നിങ്ങൾ ഇഷ്ടമുള്ള ഏത് രീതി വേണമെങ്കിലും തിരഞ്ഞെടുത്തോ, ഒരു പ്രോബ്ലം. പക്ഷേ എനിക്ക് കോൺട്രഡിക്റ്റ് ചെയ്യരുത്. കോൺട്രഡിക്റ്റ് ചെയ്ത് പഠിപ്പിച്ചാൽ അവസാനം മറ്റൊരു സ്ഥലത്തോട്ട് പുതിയതായിട്ട് വരുന്ന വിശ്വാസികളാണ്, അവരുടെ വിശ്വാസം പോകും. കാരണം ബൈബിൾ മുഴുവൻ തെറ്റാണല്ലോ എന്ന് പറയും. പല ആൾക്കാരും ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവം മനുഷ്യനെ റെഗ്രറ്റ് ചെയ്ത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ റെഗ്രറ്റ് ചെയ്തു, പിന്നെ എന്തിനാ നമ്മൾ ദൈവത്തെ സേവിക്കുന്നത്? മനസ്സിലായി? അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് റോങ് ആയിട്ടുള്ള രീതിയിലുള്ള ടീച്ചിങ് ആയിട്ട് വന്നു, അല്ലെങ്കിൽ അവർ റോങ് ആയിട്ടുള്ള രീതി പഠിച്ചു വന്നു, അല്ലെങ്കിൽ റോങ് വായിച്ചു. മനസ്സിലായി? അങ്ങനെ നമ്മളിൽ നിന്ന് റോങ് ആകാൻ പാടില്ല. ഓക്കെ. അതുകൊണ്ടാണ് ക്രിസ്ത്യ ജീവിതം ക്രൗഡ് പുള്ളിങ് അല്ല. അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന രോഗിയെ എന്തോ പത്രോസും യോഹനാനും വന്നപ്പം പറഞ്ഞ്, ഞങ്ങൾക്ക് പൈസ ഒന്നും തരാനില്ല നിനക്ക്, പക്ഷെ ഞങ്ങൾക്ക് തരാനുള്ള ഒന്നുണ്ട്. ആരാ? നസ്രായനായ യേശു ക്രിസ്തു നാമത്തിൽ ചാടി എണ്ണിക്കുക എന്ന് പറയുന്നില്ല. ചാടി എണ്ണിച്ചു. അപ്പോൾ ആ പിച്ചക്കാരൻ രക്ഷോട്ട് വന്നപ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് ദേഷ്യമായി. അത്രയും കാലം ആ പുള്ളിക്കാരൻ, ആ പിച്ചക്കാരൻ അവിടെ പോയി ഒരു ദൈവത്തിൻ്റെ പൈതലാണിത്. ഈ പൈതൽ അവിടെ പോയി സാക്രിഫൈസ് ചെയ്ത് വർഷിപ്പ് ചെയ്യേണ്ടിയ വ്യക്തിയാണ്. പക്ഷേ അവരിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാ? ക്രൗഡ് പിള്ളേർ. പക്ഷേ ഈ ആൾ സൗഖ്യമായപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഞങ്ങളുടെ ക്രൗഡ് പുള്ളിങ്ങില്ലേ ഒരാൾ നഷ്ടപ്പെടുന്നത്. പക്ഷെ എന്നാൽ ഈ പുള്ളിക്കാരൻ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ഇവിടെ വന്ന് അതിലവരല്ല പ്രസാദിക്കുന്നത്. ഞങ്ങളെ ക്രൗഡ് പുള്ളി ചെയ്യുന്ന ഒരാൾ മിസ്സായിപ്പോയി, മനസ്സിലായോ എന്നുള്ള രീതി. അങ്ങനത്തെ മനോഭാവമായിരിക്കും. മനസ്സിലായി? ക്രൗഡ് പുള്ളിങ് ദൈവത്തിൻ്റെ, മനസ്സിലായി, ആ ആളും നമ്മളെപ്പോലെ മനസ്സിലായി എൻജോയ് ചെയ്യുന്ന ഒരു മനോഭാവമായിരിക്കണം ഉണ്ടാകേണ്ടത്. ഓക്കെ. ക്രിസ്ത്യ ജീവിതം നമ്മൾ മാത്രമല്ല, എല്ലാവരും ഒരുമിച്ച് എൻജോയ് ചെയ്യണം. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഈ ബുക്ക് പറഞ്ഞ കൂട്ടത്തിൽ ആ ഇസ്രയേൽ ആൻഡ് നേഷൻസ് പറഞ്ഞ ആ ബുക്കിൻ്റെ അകത്ത് നിങ്ങൾ വായിച്ചു കഴിയുമ്പം 400 കൊല്ലം സൈലൻറ്റ് പീരീഡ് ആയിരിക്കുന്നത് നിങ്ങൾ പിന്നെ ഒരിക്കലും പറയത്തില്ല. ഏറ്റവും കൂടുതൽ ദൈവം പ്രവർത്തിച്ചതും ആ സമയത്താണ്. മനസ്സിലായി? അതൊരിക്കലും ഒരു സൈലൻറ്റ് പീരീഡ് അല്ല. ആ സമയത്താണ് ദൈവം ഏറ്റവും കൂടുതൽ. കാരണം ഹാനുക്ക എന്ന് പറഞ്ഞ സെലിബ്രേഷൻ തന്നെ ഡിസംബർ വരുന്നുണ്ട്. ഹാനുക്ക എന്ന് പറഞ്ഞാൽ എന്ന് കഴിഞ്ഞാൽ ആൻറ്റിയോക്കസ് എപ്പിഫനി എന്ന് പറഞ്ഞ വ്യക്തി യെശുരൂൻ ദേവാലയത്തെ സിയൂസിൻ്റെ ഇത് കൊണ്ടുവച്ചു, പിഗിനെയും ഇത് കൊണ്ട് ചെയ്തു.
യഹൂദന്മാർ അതിനെ എഗനസ്റ്റായിട്ട് ചെയ്തു. ഒരു ദിവസം കഷ്ടിച്ച് ഒഴിക്കാനുള്ള എണ്ണ ഉള്ളത് അവരത് ഒഴിച്ചു വെച്ചു. ദൈവം അത് 7 ദിവസം കൂടെ നീട്ടിക്കൊടുത്തു, 8-ാം ദിവസം നീട്ടിക്കൊടുത്തു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുന്ന ഇതാണ് ഹാനുക്ക. അത് യേശു ക്രിസ്തുവിൻ്റെ സമയത്തും അത് സെലിബ്രേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് ദൈവം അത്ഭുതം. ഒരു ദിവസം കഷ്ടിച്ച് ബേൺ ചെയ്യാനുള്ള എണ്ണ 8 ദിവസമായിട്ട് പൊലിപ്പിച്ച് കൊടുത്തു. അപ്പോൾ ദൈവം വർക്ക് ചെയ്തില്ലയോ? ഉറപ്പായിട്ടും വർക്ക് ചെയ്തു. ദൈവത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്നു പ്രവർത്തിച്ചു. മനസ്സിലായി? അപ്പോൾ അതേപോലൊക്കെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ അത് വായിച്ച് കഴിയുമ്പോൾ വേറൊരു ബുക്ക് വേറൊരു ഫാൻറ്റാസ്റ്റിക് ബുക്കുണ്ട്. ഒരു 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 ഇതുണ്ട്. അത് പിന്നെ പേഴ്സണലായിട്ട് ചോദിച്ചാൽ പറഞ്ഞുതരാം. ആ ബുക്ക് ആദ്യം ഇത് വായിക്കണം. ഇഷ്ടം പോലെ ഇൻഫർമേഷൻ ഉണ്ട്. സൈലൻ്റ് പീരീഡിൽ നിന്ന് നിങ്ങളിത് വായിച്ച് കഴിയുമ്പം പറയത്തില്ല, അന്നത്തെ യഹൂദ പുരോഹിതന്മാരുടെ തമ്മിലുള്ള ഫൈറ്റിങ്സും എല്ലാം ശരിക്കും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. മനസ്സിലായി? ജീനിയോളജി, രാജാക്കന്മാരുടെ ജീനിയോളജിയും ഇതിപ്പോൾ എന്തോ പറ്റിപ്പോയെന്ന് വെച്ചാൽ അന്നത്തെ ഞാൻ ഈ സൂഡോ ബുക്സുകളൊക്കെ ഒത്തിരി വായിക്കണം. ഞാൻ ബർണബാസിൻ്റെ സുവിശേഷം, തോമസിൻ്റെ സുവിശേഷം, ഇങ്ങനെയൊക്കെയുള്ള ഓരോന്നൊക്കെ വായിക്കും. അതേപോലെ ഈനോക്കിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്തെ ആൾക്കാരുടെ ചിന്താഗതി അറിയാൻ വേണ്ടിയാണ്. മനസ്സിലായി? ചിന്താഗതി അറിയുമ്പോൾ യഹൂദന്മാരെ ഇവർ അവർ ഇസ്രായേലിലായിരുന്ന സമയത്ത് അവർക്കൊരു ചീഫ് ദൈവം എന്നുള്ള രീതിയിലായിരുന്നു യഹോവ ദൈവം. പക്ഷെ മറ്റുള്ള ഓരോ സമയത്തും ബാൽ ദൈവങ്ങളെയൊക്കെ അവർ സേവിച്ചു വന്നിരുന്നു. ഏറ്റവും മുമ്പത്തെ ദൈവമക്കളും മനുഷ്യൻ്റെ മക്കളും തമ്മിലുള്ള കല്യാണം ആഹാബും ജസബേലും. ഏലിയാവ് അവിടെ വന്ന് ശക്തമായി എതിർത്തു, അല്ലേ? അഹാബിൻ്റെ പിതാവിനോടും പറഞ്ഞു ഡോണ്ട് ഡു ഇറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു, അല്ലേ? പക്ഷെങ്കിൽ ചെയ്തു. ശലോമോനും സെയിം തിങ് തന്നെ, അല്ലേ? അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ മക്കളമ്മി. അപ്പോൾ ഇത് പറയാൻ വന്നതെന്നു വെച്ചാൽ, അപ്പം അവരന്ന് ദൈവത്തെ സേവിക്കണം എന്ന് പറഞ്ഞെങ്കിൽ ദൈവം അവർക്കൊരു ഒരു സെൻട്രൽ ഫിഗറായിപ്പോയി. അവരത്രയ്ക്ക് സീരിയസ് ആയിട്ട് എടുത്തില്ല. ദേ വർ ടേക്കിംഗ് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ്. അതിൻ്റെ ഒരു മഹിമ അതിൻ്റെ ഒരു വില കൊടുത്തില്ല. അവരൊരു ചീഫ് ദൈവമായിട്ട് കരുതി വെച്ചിരുന്നു മറ്റേത്. പക്ഷേ ഇവർ ബാബിലോണിൽ പോയപ്പോഴാണ് അവരെ എക്സൈൽ ചെയ്ത് ബാബിലോണിൽ പോയി അവിടെ ചെന്ന് കണ്ട കാഴ്ചകളും ഇതും എല്ലാം കഴിഞ്ഞപ്പോൾ അയ്യോ, ഒരേ ഒരു ദൈവമേ ഉള്ളൂ, മറ്റേ എല്ലാം വ്യാജങ്ങളാണ്. അവർക്ക് മനസ്സിലാകത്തില്ല. അപ്പം അവർ ചിന്തിക്കുന്നത് ഞങ്ങളിൽ എവിടെയാണ് ഈ തെറ്റുപറ്റി? മനസ്സിലായി? ഈ ഈവിൾ, തിന്മ എങ്ങനെ ഞങ്ങൾക്ക് സംഭവിച്ചു എന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾ കുമ്രാൻ ബുക്സ് മുഴുവൻ വായിച്ചോ, അതിൻ്റെ അകത്ത് കുമ്രാൻ സ്ക്രോളുകൾ ഒരുമാതിരിയൊക്കെ നിങ്ങൾ വായിച്ചോ. ഒക്കെ അതിൻ്റെ അകത്ത് മൊത്തം അവർ ചിന്തിക്കുന്ന ഒരു മെയിൻ കാര്യം ഈ തിന്മ ഞങ്ങൾക്ക് എങ്ങനെ സംഭവിച്ചു, ഹൗ ഡിഡ് ദിസ് ഈവിൾ ഹാപ്പൻ ടു അസ് എന്നുള്ള രീതിയാണ് അവർ ചിന്തിക്കുന്നത്. മനസ്സിലായി? തിന്മ എങ്ങനെ വന്നു, അതിനെപ്പറ്റിയാണ് അവർ അന്നേരം ചിന്തിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് അതിൻ്റെയും ഈ കബാലിസ്റ്റിക് രീതിയിലും ഉരുത്തിരിഞ്ഞു വന്ന ഒരു ബുക്കാണ് ഈ നോക്കുന്ന ബുക്ക്. മനസ്സിലായി? അങ്ങനെയാണ് ദൂതന്മാരുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വന്നത്. ഓക്കെ, പക്ഷേ നിങ്ങളെ ഞാൻ സങ്കടപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി എടുത്തോ, എനിക്കൊരു പ്രോബ്ലമില്ല. ഓക്കെ, നിങ്ങൾ എന്തായാലും വായിച്ച് സന്തോഷിക്കുക, ദൈവത്തെ സേവിക്കുക, ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുക, ക്രിസ്ത്യ ജീവിതം എൻജോയബിൾ ആക്കുക, ക്രിസ്തുവിനെ ധരിച്ചവരായി തീരുക. മനസ്സിലായി? വെറുതെ ഈ ഏഞ്ചൽമാർ ദൂതന്മാരെ അടിയുണ്ടാക്കി കൊച്ചു പിള്ളേരെ പോലെ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കാതെ ദൈവത്തെ സന്തോഷിക്കുക. ഓക്കെ 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 പ്രാർത്ഥിക്കാം. ദൈവമേ സ്വപ്രസാദാവേ, ഇന്നത്തെ ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് അപ്പച്ചൻ്റെ സന്നിധിയിൽ കടന്നു വരാൻ അല്പസമയം ഞങ്ങൾക്ക് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെ വായിക്കുവാൻ, ഗ്രഹിക്കാനും പഠിക്കാനായിട്ടൊക്കെ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ മക്കളും മനുഷ്യൻ്റെ മക്കളും തമ്മിലുള്ള വേർതിരിവ് ഞങ്ങൾക്ക് കാണുവാടക്കല്ലോ. എല്ലാ കാലത്തും ദൈവത്തിൻ്റെ മക്കളും മനുഷ്യൻ്റെ മക്കളും തമ്മിലുള്ള വേർതിരിവുണ്ട്. ദൈവത്തെ അറിഞ്ഞവരായ ഞങ്ങൾ പലരും ലോകത്തുള്ള പല രീതി ദൈവത്തെ സേവിച്ചു, പല രീതിയിൽ പോയി വഷളന്മാരായി തീർന്നവരുണ്ട്, പല രീതിയിലും ഉണ്ട്. എന്നാൽ നോഹ ദൈവത്തോടുകൂടെ നടന്നുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ ദൈവത്തിന്
നോഹയ്ക്ക് ലഭിക്കാനിടയാക്കി എന്ന് പറയുന്ന പോലെ ദൈവമേ ഞങ്ങൾ ദൈവമേ ക്രിസ്തുവിനെ ധരിച്ചവരായി ദൈവമേ അച്ഛനോടുകൂടെ നടക്കുവാനും ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതം ദൈവമേ അച്ഛൻ്റെ നാമമഹത്വത്തിന് പുകഴ്ചയ്ക്കും ആയിത്തീരുവാനടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമേ അച്ഛനെ മാത്രം പുകഴ്ത്തിപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങൾക്ക് ഓരോ ദിവസം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അങ്ങനെ ഞങ്ങളെ വഴി നടത്തണമേ, സഹായിക്കണമേ, കാത്തുപരിപാലിക്കണമേ. അനേക പേർക്ക് ഞങ്ങളുടെ ജീവിതം കൊണ്ടൊരു ആശ്വാസവും സന്തോഷകരവും പ്രയോജനകരമായി തീരുമാനമാക്കണമേ. യേശു മനസ്സിലാക്കണം. യേശു തന്നെ. ആമേൻ.